ആരോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് മഴ പെയ്ത് പാടത്തൊക്കെ വെള്ളം പൊങ്ങും. പെട്ടെന്നാണ് പിന്നെ തവളകളൊക്കെ ഉണ്ട് പൊന്തി. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, കുട്ടികളൊക്കെ എവിടെയായിരുന്നു? പെട്ടെന്നൊരു പന്തലാണ്, നല്ല മഞ്ഞ തവളൊക്കെ ആയിരിക്കും, കയാന്നില്ലും. അതേപോലെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ. നാട്ടിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് എവിടുന്നാണാവോ ഓരോരോ പെണ്ണുങ്ങൾ വരും, ഓരോരോ ആരോപണമായിട്ട്. ഇപ്പോൾ അവരെ ടാർഗറ്റ് രാഹുൽ മാങ്കൂട്ടാണ്. രാഹുൽ മാങ്കൂട്ടം നല്ല ഊർജ്ജമുള്ളൊരു നേതാവാണ്, പെട്ടെന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെങ്ങനെങ്കിലും തല്ലിടുക എന്നുള്ള ചിന്താഗതിയാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാരെക്കാട്ടിയും കൂടുതൽ ശ്രമിക്കൽ കോൺഗ്രസ്സുകാരാണ്. മറ്റുള്ള പാർട്ടിക്കാർ CPM-നൊക്കെ അവരെ നേതാക്കന്മാരെ ന്യായീകരിച്ചിട്ട് അവരാർക്കും എറിഞ്ഞു കൊടുക്കില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അയാളാ കസാലെന്ന് ഒഴിഞ്ഞാൽ വേറെ ആൾ കയറാനും വേണ്ടി റെഡിയായി നിൽക്കണ കതറ് വിട്ടിട്ട്. അതാണ് കോൺഗ്രസ്. ഓനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം രാജിവെപ്പിച്ച് ഇപ്പോൾ അവൻ്റെ MLA സ്ഥാനത്തിന് വേണ്ടി നേതാക്കന്മാരൊക്കെ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ആ സാനിമോൾ ഉസ്മാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ ജീവിതത്തിൽ മത്സരിച്ചിട്ട് ജയിച്ചിട്ടില്ല. അത് പിന്നെ ലാസ്റ്റ് ആൾക്കാർ പാവല്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴടുത്ത് ആലപ്പുഴയിൽ അവരെ നാട്ടിൽ തന്നെ 1.5 വർഷത്തെ MLA ആയി തുടർന്നു. എന്താ ചെയ്യുക, നല്ല ഊർജ്ജമുള്ളൊരു നേതാവായിരുന്നു. എന്തായാലും നിരാശപ്പെടുത്തി നമ്മളൊക്കെ. അത് ഇവരൊരു പടത്തിൽ പറഞ്ഞതുപോലെ വല്ല പെണ്ണ് കേസോ വല്ല ഗർഭ കേസോ ഒക്കെ ആക്കി തളർത്തണം എന്നൊരു സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ CPM-ൻ്റെ ലക്ഷ്യം അതാണ്. ഏതെങ്കിലും നല്ല ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ അടിച്ചൊതുക്കുക എന്നുള്ളത് അവരൊരു ലക്ഷ്യമാണ്. അതേപോലെ കുറേ മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ റിപ്പോർട്ടറൊക്കെ ഉണ്ടല്ലോ, ആ മൊട്ടാനൂണ് ഏതൊക്കെ കേസിൽ പ്രതിയാണ്, ബോക്സർ കേസിലേറ്റ്. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ. എന്നിട്ട് അവരൊക്കെ ന്യായീകരണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് ചിരിക്കും. വാർത്തകളൊക്കെ കാണാൻ ചടച്ചിരിക്കും. എല്ലാവരോടും സ്നേഹം മാത്രം.